മുത്തലാഖിന് അനുകൂലമായി മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് കേരളത്തിലെ മുസ്ലിം വനിതാ സംഘടനകൾ രംഗത്തെത്തി. പേഴ്സണൽ ലോ ബോർഡിന് എതിരെ കേസിൽ കക്ഷി ചേരാൻ മുജാഹിദ് വനിതാ വിഭാഗം തീരുമാനിച്ചു. മുത്തലാഖിനെതിരെ സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസിൽ മുത്തലാഖിനെ അനുകൂലിച്ച് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്താണ് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുടെ വനിതാ വിഭാഗങ്ങൾ രംഗത്തെത്തിയത്. മുത്തലാഖ് നിലനിൽക്കുന്നതിനാലാണ് മുസ്ലിം സ്ത്രീകൾ ചുട്ടുകൊല്ലപ്പെടാതിരിക്കുന്നതെന്ന സത്യവാങ്മൂലത്തിലെ പരാമർശത്തെയും ഇവർ തള്ളി. മുത്തലാഖ് അനുസരിച്ചുള്ള വിവാഹമോചനം ഇസ്ലാമികമല്ലെന്ന വാദവും വനിതാ സംഘടനകൾ മുന്നോട്ട് വെച്ചു. കേസിൽ കക്ഷി ചേരാനും പേഴ്സണൽ ലോ ബോർഡിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യാനും മുജാഹിദ് വനിതാ വിഭാഗമായ MGM തീരുമാനിച്ചു. ലോ ബോർഡ് കൊടുത്തിരിക്കുന്ന ഈ കേസിനെതിരെ കക്ഷി ചേരാൻ യഥാർത്ഥത്തിൽ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ സംഘടനയും തയ്യാറാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പേഴ്സണൽ ലോ ബോർഡിന്റെ നിലപാടിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ GIOയും തള്ളി. സ്വാഭാവികമായും മുഹമ്മദ് ലോ എന്നുള്ളത് ഇസ്ലാമിക ശരീഅത്തിനനുസരിച്ച് മാറ്റത്തിന് വിധേയമാക്കണം. അപ്പോൾ സ്വാഭാവികമായും മുത്തലാഖ് എന്നുള്ളത് അനുവദിക്കാൻ പാടില്ലാത്തതാകും. അതേസമയം പേഴ്സണൽ ലോ ബോർഡ് നിലപാടിനൊപ്പമാണ് സുന്നി സംഘടനകൾ. ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന രീതിയിൽ നിന്നോ അല്ലെങ്കിൽ സ്ത്രീയെ പുരുഷൻ പീഡിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്നോ സ്ത്രീയെ ശിക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നോ സ്ത്രീക്ക് രക്ഷപ്പെടാനുള്ള വഴികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വഴിയാണ് തൊലാഖും മുത്തലാഖും ഒക്കെ. TK സബീന, റിപ്പോർട്ടർ, കോഴിക്കോട്.